നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഡിസംബർ 29 മുതൽ, അതായത് 2024 ഡിസംബർ 29-ാം തീയതി മുതൽ 2025 ജനുവരി 4 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 4-ാം തീയതി ഉച്ചയോടുകൂടി 11 മണി 11:30 ശേഷം ബുധൻ്റെ മാറ്റം മാത്രമാണ്. ബുധൻ ധനുരാശിയിലേക്ക് മാറുന്നു. മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം, അതായത് 29-ാം തീയതി ചില തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാലാവാം ഇവർക്ക് ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതായി വരിക. സ്വാഭാവികമായും അന്ന് ഒരു റെസ്റ്റ് ദിവസമായിട്ട് കാണുന്നു. മാതാവിന് ചെറിയ അവശതയോ പ്രശ്നമോ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് തന്നെ നട്ടെല്ല് സംബന്ധമായോ ആരോഗ്യ സംബന്ധമായോ മറ്റെന്തെങ്കിലും പ്രശ്നമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്രതീക്ഷിതമായി കുറച്ച് ധനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപഹാരമോ ഇവർക്കിപ്പോൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും വേണ്ടപ്പെട്ട കക്ഷികളുമായി ബന്ധപ്പെട്ട് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ധനപരമായ സഹായമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സഹായമോ സഹകരണമോ ഇവർക്ക് ഈ ദിവസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ചിലപ്പോൾ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരുടെ പിതാവുമായി ബന്ധപ്പെട്ടവർക്കോ വരുമെങ്കിലും, ചില യാത്രാ തടസ്സങ്ങൾ വരുമെങ്കിലും ഈ സാമ്പത്തിക സഹായം അവരെ ഒരു പരിധിവരെ ഇതിൽ നിന്നൊക്കെ കരകയറാൻ സഹായിക്കുമെന്നുള്ളതാണ് സത്യം. ചില തടസ്സങ്ങൾ യാത്രയ്ക്കുണ്ടാകാം. ചൊവ്വാഴ്ച വരെ അതൊക്കെ നീളത്തുള്ളൂ. ചൊവ്വാഴ്ച കഴിയുമ്പോൾ കാര്യങ്ങൾ വളരെ അനുകൂലമാകുന്നു. പ്രവർത്തന രംഗം വളരെ സജീവമാകുന്നു. തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി യാത്ര പോകാൻ സാധിക്കുന്നു. യാത്ര ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു, ലക്ഷ്യത്തിലെത്തുന്നു. വിജയപ്രദമായ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. കർമ്മരംഗത്ത് കുറച്ചുകൂടി തിളക്കമുള്ള ഒരു ജീവിതം ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തന രംഗം കൂടുതൽ സജീവമാകുകയും വേണ്ടപ്പെട്ട അധികാരികൾക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കും ഇവരുടെ മേൽ അഭിമാനം തോന്നുകയും ഇവരെ ചൊല്ലി പ്രശംസയും അനുമോദനങ്ങളുമൊക്കെ നൽകുകയും ചെയ്യും. എന്തായാലും സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവുമുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ വളരെ അനുകൂലമായി വരുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം, യാത്രയിൽ വിജയം ഒക്കെ ഉണ്ടാകുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാനുമൊക്കെ സാധിക്കുന്നു. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളുടെ സഹായവും തിരിച്ചും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഗുണകരം. എന്നാൽ തുടക്ക ദിവസവും തുടർന്നുള്ള 2 ദിവസവും ഒന്ന് ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാൽ ചില കാര്യങ്ങളിലെ തടസ്സവുമാണ് പ്രധാന വിഷയം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 5 1, 2, 3, 4 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും 10-ൽ സഞ്ചരിക്കുന്ന ശനിയുമാണ് പ്രധാനമായിട്ട് ഇവരുടെ കാര്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ശുക്രൻ ഇവരെ സംബന്ധിച്ച് ആഴ്ചയുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് ശുക്രൻ ഗുണകരമായിട്ടാണ് കാണുന്നത്. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് സാമ്പത്തികമായ നേട്ടവും, അത് 10-ാം ഭാവത്തിൽ, ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഗുണം കൊടുക്കുമെങ്കിലും ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഇവരുടെ മേലധികാരി ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ കൂടെ പ്രവർത്തിക്കുന്നവർ സ്ത്രീകൾ, പ്രത്യേകിച്ച് ചില പ്രത്യേക നക്ഷത്രങ്ങളിലുള്ളവർ, ഇവരുമായിട്ട് കലഹമുണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് ചതയം, പൂരുരുട്ടാതി, അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, അതുപോലെ തന്നെ ചിത്തിര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ, അതുപോലെ മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ, ഇവരുമായിട്ടൊക്കെ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുണർദം, വിശാഖം, പൂരുരുട്ടാതിയും അതുപോലെ തന്നെ തിരുവാതിര, ചോതി, ചതയ നക്ഷത്രക്കാർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്തായാലും സൂക്ഷിക്കുക. പക്ഷേ ജോലിയെ ഇതൊന്നും ബാധിക്കും എന്ന് കാണുന്നില്ല. ചില ചെറിയ മാറ്റങ്ങളോ പ്രശ്നങ്ങളോ അവിടെ ഉണ്ടാകുമെങ്കിലും പൊതുവെ ഇവരുടെ കാര്യങ്ങൾ അനുകൂലമായിട്ട് തന്നെ പോകും.
ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവർക്ക് നട്ടെല്ല് സംബന്ധമായിട്ടോ അതല്ല എങ്കിൽ ഉദര സംബന്ധമായിട്ടോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉദരത്തിൽ ഏറ്റവും പ്രധാന പ്രശ്നം ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസിഡിറ്റിയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനോ ഒക്കെ കൊണ്ട് ശ്വാസതടസ്സം, മറ്റു വിമ്മിഷ്ടം ഇതൊക്കെ ഉണ്ടാകാം. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യത്തിൽ ദോഷം കാണുന്നില്ല. ധനം ഇവരിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ വിചാരിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ ഇവരുടേതായ ബുദ്ധി വൈഭവം കൊണ്ടും പ്രവർത്തനക്ഷമത കൊണ്ടുമൊക്കെ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം കാണുന്നു. തടസ്സങ്ങൾ ഉണ്ടാകും നിശ്ചയമായും. എല്ലാ കാര്യത്തിലും ആശങ്കകളും തടസ്സങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും ഒടുവിൽ വിജയം ഇവരെ തേടിയെത്തും എന്ന് തന്നെ ഈ ആഴ്ചയിലും ഇവർക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 29-ാം തീയതി നല്ല ദിവസമാണ്. 29 നല്ല ദിവസമാണ്. അതിനുശേഷം ഇവർക്ക് ഗുണമുള്ള ദിവസം എന്ന് പറയുന്നത് 3-ാം തീയതി രാവിലെ 11 മണിക്ക് ശേഷം 4 നല്ല ദിവസമാണ്. അടുത്തത് മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഭാഗ്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കും. അതുപോലെ തന്നെ 12-ലെ വ്യാഴം ചെലവ് വർദ്ധിപ്പിക്കും, കാര്യങ്ങൾക്ക് താമസമുണ്ടാക്കും. പ്രത്യേകിച്ച് മംഗളകരമായ കാര്യങ്ങൾക്ക് താമസം വരുമെന്ന് കാണുന്നു. മറ്റൊരു ദേശത്ത് പോയി നിൽക്കേണ്ടി വന്നേക്കാം. ജോലി സംബന്ധമായ കാര്യങ്ങളാൽ സ്വന്തം നാട് വിട്ടൊക്കെ നിൽക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസമെങ്കിലും ഒന്ന് മാറി നിൽക്കേണ്ടി വരികയൊക്കെ ചെയ്യാം. എന്നാൽ ശുക്രനും കൂടെ 9-ൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഇവരുടെ പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. സ്ത്രീകൾ മുഖേന ഈ തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം, അതുപോലെ തന്നെ മകയിരത്തിൻ്റെ 2ാമത്തെ അര നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണം കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്കാണ് സ്ത്രീകളാൽ ഗുണം. അതുപോലെ തിരിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പുരുഷന്മാരാലും ഗുണം കിട്ടുന്നുണ്ട്. കാരണം ദാമ്പത്യ കാരകൻ കൂടിയാണ്. എതിർഭാഗത്തിൻ്റെ സഹായം കൊണ്ട്, എതിർ സെക്സിൽപ്പെട്ട ആളുകളുടെ സഹായം കൊണ്ട് കൂടുതൽ അനുകൂലമായ അവസ്ഥകൾ 9-ലെ ശുക്രൻ സമ്മാനിക്കും. വീട്ടിലെ തന്നെ കാരണവസ്ഥാനത്തുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ അധികാരികൾ, ജോലിസ്ഥലത്ത് സ്ത്രീ അധികാരികൾ, ഇവരിൽ നിന്നൊക്കെ അനുകൂലമായ സഹായങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തുനിന്ന് ധനസഹായം വരാം. വിദേശത്തുള്ള പഠനകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറാം. വിദേശത്ത് ജോലി കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറാം. അങ്ങനെ പല കാര്യങ്ങളിലും അനുകൂലമായ അറിയിപ്പുണ്ടാവുകയോ അനുകൂലമായ അവസ്ഥകൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുകയോ ചെയ്യാം. അതുകൊണ്ട് പൊതുവേ ആ കാര്യത്തിൽ ഗുണമാണ് കാണുന്നത്. 10-ലെ രാഹു പ്രവർത്തന രംഗത്ത് തങ്ങളുടെ ബുദ്ധികൂർമ്മത കൊണ്ടും പ്രവർത്തനങ്ങളിലെ മിടുക്ക് കൊണ്ടുമൊക്കെ ഇവർക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. അതുകൊണ്ട് അതിലും വലിയ ദോഷം കാണുന്നില്ല. മാതാവിന് ചെറിയ അവശതയോ കുടുംബത്തിൽ ചിലപ്പോൾ ചെറിയ ചില വഴക്കോ പ്രശ്നങ്ങളോ ഒന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയോ ഒക്കെ വന്നേക്കാം. സൂര്യൻ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഈ തങ്ങളുടെ ജീവിത പങ്കാളിയോട് കയർത്തു സംസാരിക്കുക, പെട്ടെന്ന് വികാര വിക്ഷോഭം പ്രകടിപ്പിക്കുക, ദേഷ്യം കൂടുതലായിട്ട് വരിക, ഇങ്ങനത്തെ ചില അവസരങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ബുധൻ സഞ്ചരിക്കുന്നത് അവസാന ദിവസം മാത്രമാണ്. ബുധൻ 7-ിലോട്ട് വരുന്നത്. അതുവരെ 6-ലാണ് സഞ്ചരിക്കുന്നത്. ബുധൻ്റെ 7-ലെ നില കൂടുതൽ ഇവർക്ക് അനുകൂലമായി വരും. 6-ൽ വലിയ ദോഷമൊന്നും ചെയ്യുന്നില്ലെങ്കിലും വിദ്യാസംബന്ധമായ കാര്യങ്ങളിൽ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ കുട്ടികൾക്ക് തടസ്സമോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ഉദ്യോഗത്തിൻ്റെ ഭാഗമായുള്ള പരീക്ഷകളുടെ കാര്യത്തിലോ മറ്റ് അഭിമുഖങ്ങളിലോ ഒക്കെ എന്തെങ്കിലും ചെറിയ പിശകുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 31 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനിയും അതുപോലെ തന്നെ 9-ൽ സഞ്ചരിക്കുന്ന രാഹുവും ദോഷമാണ്. ഇപ്പോൾ ജന്മത്തിൽ ചൊവ്വ ആണ് സഞ്ചരിക്കുന്നത്. ചൊവ്വയ്ക്ക് ഇപ്പോൾ വക്രഗതിയാണ്. എന്തായാലും 11-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശുക്രനും 8-ലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ശുക്രൻ്റെ 8-ലെ നില ദാമ്പത്യ കാര്യങ്ങളിൽ മാത്രമാണ് ചെറിയ വിഷമം ഉണ്ടാക്കുക. ബാക്കി പൊതുവെയുള്ള ഇവരുടെ തൊഴിൽപരമായ കാര്യത്തിനും ധനപരമായ നേട്ടത്തിനുമൊന്നും വലിയ തടസ്സമില്ല. പക്ഷേ ശനി അവിടെ നിൽക്കുന്നതിനാൽ തടസ്സങ്ങൾ വരും. തടസ്സങ്ങൾക്കപ്പുറം പരിഹാരവും അതുപോലെ തന്നെ ധനം നേടുകയും ചെയ്യാൻ സാധിക്കും. ധനപരമായ കാര്യത്തിൽ ഇവർക്കല്പം വൈഷമ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെയും ഒടുവിൽ പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഏത് കാര്യത്തിലും 11-ലെ വ്യാഴം ഇവരെ ഒടുവിൽ സഹായിക്കുമെന്ന് തന്നെ കാണുന്നു. അതായത് ഈശ്വരകൃപ അല്ലെങ്കിൽ ഭാഗ്യം അനുകൂലമായി ഇവർക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ വൈഷമ്യങ്ങൾ ഒട്ടും തന്നെ മാറി നിൽക്കുന്നുമില്ല. ഇത് രണ്ടും ഒരുമിച്ച് ചിന്തിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവുക, അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, പരിഹരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ള അവസ്ഥയുമുണ്ട്. ഇതൊക്കെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇവിടെ
വ്യാഴവും അനുകൂലമായി നിൽക്കുന്നതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കർക്കിടകക്കൂറുകാർക്ക് കിട്ടിയ ഒരേ ഒരു അനുഗ്രഹം. ചിലരുടെ കാര്യത്തിൽ അതല്പം താമസിച്ചെന്നിരിക്കാം അവരവരുടെ ഗ്രഹനില അനുസരിച്ച്, എന്നാൽ ചിലരുടെ കാര്യങ്ങളിൽ അത് പെട്ടെന്ന് തന്നെ സഹായമായി വരികയും ചെയ്യാം. എന്തായാലും സാമ്പത്തികമായ നേട്ടം ഇവർക്കുണ്ടാകും. വിചാരിച്ച കാര്യങ്ങൾ എല്ലാ തടസ്സങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഒടുവിൽ വിജയിക്കുകയും ചെയ്യും. ഈ ആഴ്ചയും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വയും ശനിയും അതുപോലെ തന്നെ ഒരു പരിധിവരെ ശുക്രനുമാണ്. ബുധൻ ഇവരെ സംബന്ധിച്ചിടത്തോളം സഞ്ചരിക്കുന്നത് ഇപ്പോൾ 6-ലാണ്, 5-ലാണ് സഞ്ചരിക്കുന്നത്. അത് 3-ാം തീയതിയോടുകൂടി, 3-ാം തീയതി അല്ല 4-ാം തീയതിയോടുകൂടി 6-ലോട്ട് വരും. 5-ൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് ഗുണത്തെ ചെയ്യും. അപ്പോൾ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴവും ബുധനുമാണ്. ബാക്കി ഗ്രഹങ്ങൾ താരതമ്യേന, കേതുവും താരതമ്യേന ഇവർക്ക് അനുകൂലമാണ്. അല്പമെങ്കിലും ദോഷം എന്ന് പറയാവുന്നത് ഒന്ന് ചൊവ്വ ആത്മസ്ഥാനത്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ 8-ാം ഭാവത്തിൽ ശുക്രൻ പകുതിയെ ഇവർക്ക് അവിടെ ദോഷം ചെയ്യുള്ളൂ. ശുക്രനും ശനിയും 8-ൽ നിൽക്കുന്നു, ശനി ദോഷകാരകനാണ്. അതുപോലെ തന്നെ ഇവിടെ രാഹുവും 9-ൽ ഭാഗ്യത്തെയും പിതാവിനെയും വിദേശവുമായി ബന്ധപ്പെട്ട യാത്രകളെയും സ്വപ്നങ്ങളെയും സഫലീകരണത്തെയും ഒക്കെ അത് ബാധിക്കാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഇവർക്കിപ്പോൾ ഉള്ളത്. അത് 11-ലെ വ്യാഴം ഇവർക്ക് സമ്മാനിക്കുകയും ചെയ്യും. അതിനാൽ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, വൈഷമ്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഒടുവിൽ ഈശ്വരാനുഗ്രഹം പോലെ പണമോ മറ്റു കാര്യസാധ്യതകളോ ഇവരിൽ എത്തുകയും ചെയ്യും. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30, 31, 1, 2, 3 രാവിലെ വരെയും അനുകൂല ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി, അഷ്ടമത്തിൽ വ്യാഴം, 2-ൽ കേതു, 12-ാം ഭാവത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ വ്യാഴം. ശുക്രൻ 7-ലാണ് സഞ്ചാരം. അതുപോലെ തന്നെ 4-ാം ഭാവത്തിലാണ് ബുധൻ്റെ സഞ്ചാരം. ഏറ്റവും ആഴ്ചയുടെ ഒടുവിലാണ് ബുധൻ 5-ലോട്ട് പോകുന്നത്. 4-ലെ ബുധൻ ദോഷം ചെയ്യില്ല, 10-ാം ഭാവത്തിലെ വ്യാഴവും വലിയ ദോഷം ചെയ്യില്ല. എന്നാൽ 7-ലെ ശുക്രൻ ദോഷമാണ്, 7-ലെ ശനിയും ദോഷമാണ്. അപ്പോൾ കണ്ടകശനി, ജീവിത പങ്കാളിയുമൊത്ത് വഴക്ക്, അകന്നു നിൽക്കൽ, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ, മാറി നിൽക്കൽ, ഇതെല്ലാം എപ്പോഴും കാണുന്നുണ്ട്. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ മാത്രമാണ് കുടുംബത്തിൽ ചെറിയ സൗമ്യതയെങ്കിലും കൊണ്ടുവരിക. ഒരു കലഹം, ആ കലഹത്തിന് ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കി സൗമ്യതയിലേക്ക് നീങ്ങുമെന്നേ കാണുന്നുള്ളൂ. ഇല്ലാത്ത കാര്യങ്ങൾക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കുമൊക്കെ വഴക്കുണ്ടാക്കാനും നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അഷ്ടമത്തിലെ രാഹു അത് സൂചിപ്പിക്കുന്നു. എന്നാൽ 4-ലെ ബുധൻ്റെ നിലയാണ് കുടുംബത്തിൽ അല്പമെങ്കിലും ഇവർക്ക് സമാധാനം കൊടുക്കുക എന്ന് കാണുന്നു. പറയുന്ന വാക്കുകൾ വളരെ മോശമാകാം, അത് എതിരാളിയിൽ അല്ലെങ്കിൽ കേൾക്കുന്നവരിൽ വലിയ കലഹത്തിനും അതുപോലെ തന്നെ വലിയ ദുഷ്വിചാരങ്ങൾക്കുമൊക്കെ കാരണമാകാം. തെറ്റിദ്ധാരണകൾ വർദ്ധിക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളിലും ഇടപെടുക. ഒന്നാമതേ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ശനിയാണ്. അതിൻ്റെ കൂടെ 7-ലേക്ക് ശുക്രനും ചെന്നിരിക്കുന്നു. ചന്ദ്രാൽ 7-ൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതല്ല. അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നു. അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളും വളരെ ശ്രദ്ധിക്കണം, ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരും ശ്രദ്ധിക്കണം. ജെനിറ്റൽ ഓർഗൻസിലൊക്കെ അസുഖമുണ്ടാകാം. വെള്ളം കുടിക്കുന്നതൊക്കെ കുറയുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ, കുറച്ച് വെള്ളം കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ഈ ബോഡിയിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുന്നതിനുള്ള വഴികൾ കുറയുകയും അത് ശരീരത്തിൽ വിഷം കലരാൻ സാധ്യതയുണ്ടാക്കുകയും ചെയ്യും. അഷ്ടമത്തിലെ രാഹു പാമ്പിൻ്റെയോ അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെയോ ദംശനം കൊണ്ട് മാത്രം ശരീരത്തിൽ വിഷം വരുമെന്ന ചിന്ത വേണ്ട. അല്ലാതെ സ്വഭാവം കൊണ്ടും ആരോഗ്യ ശീലങ്ങൾ കൊണ്ടുമൊക്കെ ശരീരത്തെ വിഷലിപ്തമാക്കാൻ സാധ്യതയുണ്ട് അഷ്ടമത്തിലെ രാഹുവിന്. ആശങ്കകൾ ഒഴിവാകുകയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. അങ്ങേ അറ്റം സുതാര്യതയോടുകൂടി നല്ല ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. തങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു പിക്ചർ, ഒരു വ്യക്തിത്വം മറ്റുള്ളവരിൽ കിട്ടാൻ തക്കവണ്ണമുള്ള പെരുമാറ്റങ്ങളിലൂടെ കടന്നു പോവുക. മറ്റുള്ളവരെക്കുറിച്ച് കൂടുതൽ എന്തിനു പരിഗണിക്കണം എന്ന ഒരു സ്വാർത്ഥ ചിന്ത ഈ ഒരു കാലത്തിലെങ്കിലും വരാതിരിക്കുക. ഏറ്റവും കുറഞ്ഞത് തങ്ങളുമായി അടുത്ത് ജീവിക്കുന്നവരുമായിട്ടെങ്കിലും ഒരു സുതാര്യത നിലനിർത്തുക. അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. വീട്ടിൽ കോലാഹലങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടവരുത്താതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായി നിൽക്കുന്നത് 4-ൽ നിൽക്കുന്ന ബുധൻ തന്നെയാണ്. ഇവർ എവിടെ ചെന്ന് നിൽക്കുന്നു അവിടെയൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സമാധാനം പുലർത്താൻ ഇവർ ശ്രമിക്കും. പക്ഷേ അതല്പം വൈകും. കാരണം ചൊവ്വയുടെ ക്ഷേത്രത്തിൽ പോയാണ് ബുധൻ നിൽക്കുന്നത്. അതുകൊണ്ട് സംഘർഷവും പിരിമുറുക്കവുമാർന്ന അന്തരീക്ഷത്തിൽ നിൽക്കേണ്ടി വരും പലപ്പോഴും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. 10-ലെ വ്യാഴം ബുധനെ 10-ൽ നിൽക്കുന്ന വ്യാഴം, അതായത് ഇടവൻ രാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം ഈ ബുധനെ വീക്ഷിക്കുന്നതിനാൽ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് ചിന്തിക്കാം.
വ്യാഴത്തിൻ്റെ ശത്രുവാണ് ബുധൻ എങ്കിലും വ്യാഴദൃഷ്ടി പലർക്കും അനുഗ്രഹം എന്നുള്ള പ്രമാണം വെച്ച് പൊതുവേ ഒരല്പം സൗമ്യതയും കാര്യങ്ങളുമൊക്കെ വരും. എന്തായാലും കർമ്മം ശുദ്ധീകരിക്കപ്പെടും. പക്ഷേ ആദ്യം അതിന് വിഷമവും അതുപോലെ തന്നെ പലർക്കും വേദനയുമൊക്കെ ഉണ്ടാകും. അത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. തൊഴിൽ രംഗത്തും ആദായത്തിനും വരുമാനത്തിനും വലിയ ദോഷമൊന്നും കാണുന്നില്ല. ബാക്കി കാര്യങ്ങളിലാണ് പ്രധാന പ്രശ്നങ്ങളുള്ളത്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര, 9 വ്യാഴം, 11 ഭാവത്തിൽ ചൊവ്വ. ബാക്കി ഗ്രഹങ്ങൾ അതായത് ബുധൻ 4 പോകും അവസാന ദിവസം, ഇപ്പം 3 ശുക്രൻ ഇവർക്ക് 6 6 7 ശുക്രൻ ഗുണം ചെയ്യില്ല എന്ന പ്രമാണം ചിന്തിക്കണം. ഇവിടെ ശനി 6 നിൽക്കുന്നത് നല്ലതാണ്. 7 രാഹു, ജന്മത്തിലെ കേതു, ഇത് ശ്രദ്ധിക്കണം. രാഹു കേതുക്കൾ പ്രത്യേകിച്ച് 7-ാം ഭാവം ജീവിത ഭാവമാണ്, ദാമ്പത്യ ഭാവമാണ്. നാം ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയോടുകൂടി ഏറ്റവും കൂടുതൽ തുറന്ന് ഇടപെടുന്ന സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ അങ്ങേയറ്റം സുതാര്യത പുലർത്തിയില്ല എങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും. തൊട്ട് മുമ്പുള്ള പല രാശികളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ 9 ഇവിടുത്തെ വ്യാഴം എന്നത്. എന്ത് മോശപ്പെട്ട വാക്ക് പറയാൻ ശ്രമിച്ചാലും നാവിൽ ഭഗവാൻ വന്ന് മാറ്റി നല്ല വാക്ക് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ആക്കിക്കൊടുക്കും എന്നുള്ള ഒരവസ്ഥ ഇവർക്കുണ്ട്. അതായത് ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഇവർക്ക് നല്ലവണ്ണം ഉള്ളതിനാൽ പല കാര്യങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെടും. വരുമാനത്തിൻ്റെ കാര്യത്തിലും ലാഭം നേടുന്ന കാര്യത്തിലും ഇവർക്ക് ദോഷമൊന്നും സംഭവിക്കുന്നില്ല. 11 ചൊവ്വ നീചഭംഗം ചെയ്ത് രാജയോഗത്തിൽ നിൽക്കുന്ന ചൊവ്വയായതിനാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഗുണത്തെ കൊടുക്കും. 11-ാം ഭാവം വളരെ നല്ലതാണ്. അവിടെ അതുകൊണ്ട് ആ നേട്ടങ്ങൾ എന്തായാലും ഉണ്ടാകും. എന്നാൽ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ ആലസ്യം ഈ നക്ഷത്രക്കാരുടെ കുട്ടികളിലോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കോ ഉണ്ടാകാം. മറ്റു പരീക്ഷകൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ ഇത് ബാധിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ശുക്രൻ്റെ നില ഇവരെ സംബന്ധിച്ച് 6 ദാമ്പത്യ കാര്യങ്ങളിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ചില വഴക്കുകളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകാം. സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ, കടത്തിൽ നിന്നുള്ള മുക്തി, അതുപോലെ തന്നെ വായ്പ അനുവദിച്ച് കിട്ടൽ, ഈ കാര്യങ്ങളിലൊക്കെ ഇവർക്കിപ്പോൾ ഗുണകരമായ അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി പൊതുവെ നേട്ടമാണ്. ജോലി സംബന്ധമായ കാര്യങ്ങളിലും വലിയ ദോഷമൊന്നുമില്ല. പൊതുവെ ഈശ്വരാനുഗ്രഹം ഇവർക്ക് ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കുടുംബ ബന്ധങ്ങൾ ഏറ്റവും ശക്തമാക്കുക, ചേർത്തു പിടിക്കുക, വേണ്ടപ്പെട്ടവരെ സുതാര്യത നിലനിർത്തുക. രോഗബാധിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പരിസര ശുദ്ധീകരണവും അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിൻ്റെ ശുദ്ധിയും നിലനിർത്തുക. ആരോഗ്യം പരമാവധി സംരക്ഷിക്കുക. തെറ്റായ ധാരണകൾ മാറ്റുക. തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു സാധ്യത കുടുംബത്തിലുള്ളതുകൊണ്ട് സുതാര്യത നിലനിർത്തുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29-ാം തീയതി നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 3 രാവിലെ 11 മണി മുതൽ 4-ാം തീയതിയും നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, 5-ൽ സഞ്ചരിക്കുന്ന ശനിയും ശുക്രനും. ശുക്രൻ 5-ൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്. ഭാഗ്യം, സ്ത്രീകൾ മുഖേന സഹായം, പ്രണയത്തിൽ സാഫല്യം, വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അതിനും ഒരു തടസ്സവും ഭാഗ്യവും വരാം. കാരണം 8-ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ മനോവിഷമമായി മാറാം. അതുപോലെ തന്നെ 6-ൽ സഞ്ചരിക്കുന്ന രാഹു ഈ നക്ഷത്രക്കാരെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ വരുത്തുകയോ ശത്രുതാ വിമർശനങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഉദര സംബന്ധമായ ചില അസ്കിതകൾക്കും സാധ്യതയുണ്ട്. എന്നാൽ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കടമുക്തി, കടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, അതായത് ആ ബാധ്യത കുറേയൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നു. വായ്പാ കേന്ദ്രങ്ങളിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ചില ശത്രുതാ മനോഭാവങ്ങൾ മാറുന്നു. ചില കലഹങ്ങളൊക്കെ ഒഴിവാകുന്നു. അതങ്ങനെയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ 11-ൽ സഞ്ചരിക്കുന്ന 11-ൻ്റെ അധിപനായ സൂര്യൻ ഇവർക്കിപ്പോൾ സഞ്ചരിക്കുന്നത് 3-ലാണ്. 3-ൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും സഹോദരന്മാർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നമോ നയനരോഗമോ ഹൃദയ സംബന്ധമോ ഞരമ്പ് സംബന്ധമായുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാമെങ്കിലും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, തുലാക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസങ്ങളും തടസ്സങ്ങളും നേരിട്ടാലും വീണ്ടും
മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജസ്വലത ഇവരിലുണ്ട്. അത് ഇവരുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ നന്നായി സ്വാധീനിക്കും. 10ൽ നിൽക്കുന്ന വ്യാഴവും ഊർജ്ജസ്വലമായി ഇവരെ പ്രവർത്തിക്കാൻ സഹായിക്കും. അതുകൊണ്ട് പ്രവർത്തന മേഖല വളരെ സജീവമാണ്. അതിനാൽ തന്നെ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് സാമ്പത്തികം ഭാഗ്യമായി സമ്മാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ധനപരമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കാര്യതടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാനും അതിനെ എങ്ങനെയെങ്കിലും ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനുമുള്ള മനസ്സിൻ്റെ അച്ചടക്കവും മനസ്സിൻ്റെ ഊർജ്ജസ്വലതയും ഒക്കെ തന്നെ ഇവരെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യാപൃതരാക്കാൻ സഹായിക്കുന്നു. പ്രശ്നങ്ങളുണ്ട്, അതിനെ അതിജീവിക്കാനുള്ള മനസ്സുമുണ്ട്. പ്രാർത്ഥിക്കുക, തുലാക്കൂറിന് കൂടുതൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30, 31 ദിവസങ്ങൾ താരതമ്യേന മേന്മയുള്ളതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, 4ൽ സഞ്ചരിക്കുന്ന ശുക്രൻ, കണ്ടക ശനി 4ൽ നിൽക്കുന്നു, 5ൽ രാഹു, ജന്മത്തിൽ ബുധൻ, 2ൽ സൂര്യൻ, 7ാം ഭാവത്തിൽ വ്യാഴം, 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ, 11ലെ കേതു. അപ്പോൾ വരുമാന സംബന്ധമായി വിദേശത്തു നിന്നൊക്കെ വരാം ധാരാളം ധനം. അതുപോലെ തന്നെ വരുമാന സംബന്ധമായ കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. മംഗളകരമായ കാര്യങ്ങൾ പലതും നടക്കണം. ഒരുമിച്ച് ആലോചിക്കുന്ന സംരംഭങ്ങൾക്ക് പച്ചക്കൊടി കാട്ടണം വിധി. അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം ഉണ്ടാകുന്നു. പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നത് നടക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പിതാവുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ വാക്ക് സമരമോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുക. പറയുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ചും പ്രായക്കൂടുതലുള്ളവരോട്, ഗുരു കാരണവന്മാരോട്, സീനിയർ ഉദ്യോഗസ്ഥരോട് ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിക്കുക. വിനയത്തോടു കൂടി സംസാരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ടകൻ ഉണ്ട് 4ാം ഭാവത്തിൽ. 4 എന്ന് പറയുമ്പോൾ മാതാവും വീടും മാത്രമല്ല, തറവാട് വീടും മാത്രമല്ല, എവിടെയൊക്കെ ചെന്ന് തങ്ങുന്നുവോ ആ ഇടങ്ങളെല്ലാം 4 കൊണ്ട് ചിന്തിക്കണമെന്നാണ്. അങ്ങനെ ആവുമ്പോൾ ഇടപെടുന്നവരോട് സൗമ്യമായും അതുപോലെ തന്നെ നല്ല രീതിയിലും സംസാരിക്കാൻ സാധിക്കും. അത് കലഹങ്ങളെയും സംഘർഷങ്ങളെയും ഒഴിവാക്കും. ഓഫീസിലായാലും താമസിക്കുന്ന സ്ഥലത്തായാലും പ്രവർത്തിക്കുന്ന ഇടങ്ങളിലായാലും ഒക്കെ ഒരു സൗമ്യത നിലനിർത്തുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാം. പൊതുവിലെ 7ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഈശ്വരാനുഗ്രഹമുണ്ട്. കാര്യങ്ങൾ പലതും തടസ്സങ്ങൾ മാറി തുറന്നു കിട്ടുമെന്ന് തന്നെ കരുതണം. ധനപരമായ കാര്യത്തിലും ഇവർക്ക് നേട്ടമുണ്ട്. ശുക്രൻ 4ൽ സഞ്ചരിക്കുന്നതിനാൽ വീട്ടിലേക്ക് പുതിയ ഉപകരണങ്ങൾ, വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തൽ, പുതിയ വാഹനം വാങ്ങൽ, മാതാവിന് സമ്മാനങ്ങൾ സമർപ്പിക്കൽ, പൊതുവായ കാര്യങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട്. കൂടെ ശനിയും ഉള്ളതുകൊണ്ട് മാതാവിന് ആരോഗ്യപരമായി അല്പം ശ്രദ്ധ വേണം. എന്തൊക്കെയോ കാര്യങ്ങളാൽ മാതാവിന് വിഷമമുണ്ടാക്കുകയും അല്ലെങ്കിൽ മാതാവിന് വിഷമമുണ്ടാകുകയും ചെയ്യുമെന്നുള്ള അവസ്ഥ കാണുന്നുണ്ട്. ഇപ്പോൾ ശുക്രൻ്റെ സാന്നിധ്യം കൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടാകുമെന്നും കരുതണം. പൊതുവേ ഗുണമാണ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ട്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും എന്തായാലും ഉണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ താരതമ്യേന നിസ്സാരം എന്ന് തന്നെ വിചാരിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 29, 1, 2, 3 രാവിലെ 11 മണിവരെയും ഗുണമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ജന്മത്തിൽ സൂര്യൻ, അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ കേതു, 4ൽ രാഹു, 3ൽ ശനി, ശുക്രൻ. വ്യാഴം 6ലാണ് സഞ്ചരിക്കുന്നത്, അഷ്ടമത്തിൽ ചൊവ്വയും. ഇവർ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് അഷ്ടമത്തിലെ ചൊവ്വയുടെ കാര്യത്തിൽ തന്നെയാണ്. ചൊവ്വ 8ൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ചൊവ്വയ്ക്ക് നീചഭംഗ രാജയോഗം ഉണ്ടെങ്കിലും ആ ചൊവ്വ ഗോചരാൽ 8ൽ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും 8 സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യത്തിൻ്റെ ആയുസ്സും പുരുഷനെ സംബന്ധിച്ച് അയാളുടെ തന്നെ ആ വ്യക്തിയുടെ തന്നെ ആയുസ്സുമാണ്. അപ്പോൾ ചൊവ്വയെപ്പോലൊരു ഗ്രഹം വന്ന് അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ശ്രദ്ധിക്കണം. അപകട സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ രക്തം വാർന്നു പോകൽ, എല്ല് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലുണ്ടാവുക, ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവുക, ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ പുരുഷന്മാരാൽ പ്രശ്നമുണ്ടാവുകയോ അവരിൽ നിന്ന് അകന്നു നിൽക്കുകയോ കലഹമുണ്ടാക്കുകയോ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുക. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്കാണെങ്കിൽ അവർക്കും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെ പലവിധ കാര്യങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, ഉയരങ്ങളിലേക്ക് പടികൾ കയറി പോകുമ്പോൾ, തെന്നി വീഴാൻ സാധ്യതയുള്ള പ്രതലങ്ങളിൽ നടക്കുമ്പോൾ, ആളുകളുമായി വാഗ്വാദത്തിലേർപ്പെടുമ്പോൾ, അതുപോലെ തന്നെ ബന്ധങ്ങളിൽ കലഹം ഉണ്ടാക്കുമ്പോൾ ഒക്കെ തന്നെ ശ്രദ്ധ വേണം. കലഹം
ശ്രദ്ധിക്കാനായിട്ട് കലഹം ഉണ്ടാക്കരുത് എന്നല്ല പറയുന്നത്. പരമാവധി കലഹങ്ങളിലും വാഗ്വാദങ്ങളിലും ഏർപ്പെടുന്നത് കുറയ്ക്കുക എന്നതാണ്. ചിലപ്പോൾ ഈ സമയത്ത് അത് വലിയ വഴക്കിലേക്കും ചിലപ്പോൾ പരസ്പരം അകന്നു നിൽക്കേണ്ടതിൻ്റെ അവസ്ഥയിലേക്കുമൊക്കെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. വ്യാഴം 6-ലാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണം ശുക്രൻ പോലും 3-ൽ വലിയ ഗുണത്തെ ചെയ്യുന്നില്ല. ശനിയോടുകൂടി യോഗം ചെയ്ത് 3-ലാണ് നിൽക്കുന്നത്. എന്നാൽ 3-ലെ ശനി ഇവർക്ക് ഗുണത്തെ ചെയ്യും. എന്തൊക്കെ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും പരാജയങ്ങളെ വിജയങ്ങളായി കരുതിക്കൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇവരുടെ മനസ്സിൻ്റെ ശക്തി. ഇപ്പോൾ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു, മാതാവ്, വാഹനം, അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ, ഇതിനൊക്കെ ദോഷമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. 10-ാം ഭാവത്തിൽ കേതു ഉള്ളതുകൊണ്ട് ജോലി സ്ഥലത്തും ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ജോലിസ്ഥലം എന്ന് പറയുമ്പോൾ ഇവർ എവിടെയൊക്കെ തങ്ങുന്നുവോ ആ സ്ഥലങ്ങളിൽ ഒക്കെ 4-ഉം 10-ഉം കൊണ്ട് ചിന്തിക്കണം. 4-ൽ നിൽക്കുന്ന രാഹു 10-ലേക്ക് നോക്കുന്നു, 10-ൽ നിൽക്കുന്ന കേതു 4-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്രദ്ധ വേണം. പ്രവർത്തിക്കുന്ന സ്ഥലം, ഓഫീസ്, അവിടെ എല്ലാം തന്നെ അങ്ങേയറ്റം കരുതലോടുകൂടി ഓരോന്നും ചെയ്യുക. തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മൂളാനോ എല്ലാ കാര്യങ്ങളിലും തങ്ങളെ ഏതെങ്കിലും വിധത്തിൽ പിന്തുണയ്ക്കാനോ ധൈര്യം തരാനോ ഒന്നും ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ചും പ്രവർത്തന സ്ഥലത്ത് ചുറ്റും വിമർശനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ധാരണയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. സ്വന്തം വിശ്വാസങ്ങളെയും സ്വന്തം കർമ്മത്തെയും അങ്ങേയറ്റം വിശ്വസിച്ചുകൊണ്ട് അർപ്പണബോധത്തോടുകൂടി മുന്നോട്ട് പോവുക. അതിനുള്ള ശക്തി 3-ലെ ശനി നിങ്ങൾക്ക് തരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ജന്മസ്ഥാനത്താണ് സൂര്യൻ്റെ സഞ്ചാരം. അതുകൊണ്ട് ഉള്ളു വളരെ വേവും എന്ന് പറഞ്ഞാൽ ദുഷ്ട സാഹചര്യങ്ങളിലൂടെ, അനിഷ്ട സാഹചര്യങ്ങളിലൂടെ നടക്കേണ്ടി വരും കുറച്ചു കാലം. അത് പ്രത്യേകമായി ഓർക്കുക. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിതാവിന് ചെറിയ ശാരീരികാവസ്ഥയൊക്കെ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30, 31, 3-ാം തീയതി രാവിലെ 11 മണിക്ക് ശേഷം 4 വളരെ നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും 2-ൽ സഞ്ചരിക്കുന്ന ശുക്രനുമാണ് കൂടുതൽ ഗുണത്തെ സമ്മാനിക്കുക. 11-ാം ഭാവത്തിലെ ബുധനും ഗുണമാണ്. അപ്പോൾ കഴിവുള്ളവർ, പ്രവർത്തിക്കാൻ ശേഷിയുള്ളവർ, കർമ്മരംഗത്തോട് ആഭിമുഖ്യമുള്ളവർ, സ്വന്തം തൊഴിൽ മേഖലയെ വലിയ കാര്യമായിട്ട് വിചാരിക്കുന്നവർ, കുടുംബത്തെ കൂടുതൽ സ്നേഹിക്കുന്നവർ, ഇവർക്കെല്ലാം തന്നെ മനസ്സിൽ ആശയങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവർ, ഇവർക്കെല്ലാം തന്നെ വിജയിക്കാൻ സാധിക്കുന്ന ഒരാഴ്ച തന്നെയാണ് ഈ ആഴ്ചയും. ഭാഗ്യം അനുകൂലമായി നിൽക്കുന്നു. 2-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതിന് സൗമ്യമായി പെരുമാറാനും വീട്ടിൽ നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാനും സാധിക്കും. പുതിയ വീട്ടുപകരണങ്ങൾ, അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ, മറ്റു സമ്മാനങ്ങളൊക്കെ ലഭ്യമാകും. ധനം വന്നു ചേരും. അതിനൊക്കെയുള്ള തരത്തിൽ ധനം വന്നു ചേരും. അതുപോലെ കഴിവുപയോഗിച്ച് ധാരാളം ധനം ഉണ്ടാക്കാനും സാധിക്കും. ചൂടൽപ്പം കൂടിയിരിക്കും, ചെലവും അല്പം കൂടിയിരിക്കും. പിതാവിൻ്റെ ശാരീരികമായ കാര്യങ്ങൾക്കും അവശതയ്ക്കും രോഗാവസ്ഥകൾക്കുമൊക്കെയായി പണം മുടക്കേണ്ടി വന്നേക്കാം. ചില യാത്രകൾ ചിലപ്പോൾ നിഷ്ഫലമാകാം. എന്നാലും ആവശ്യമില്ലാത്ത ചില പാഴ്ചെലവുകളും ഉണ്ടാകും. പിതാവിൻ്റെ കാര്യത്തിലൊന്നുമല്ല പാഴ്ചെലവ് പറയുന്നത്, മറ്റേതെങ്കിലും ഒരു അവസ്ഥയിലൊക്കെ പാഴ്ചെലവ് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാലും ധനം ഇവർക്കിപ്പോൾ വലിയ അനുഗ്രഹമായി തന്നെ വരും. സഹോദര സ്ഥാനത്തുള്ളവർ ഇപ്പോഴും ശ്രദ്ധിക്കണം. സ്കിൻ സംബന്ധമായ അസുഖങ്ങളോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാം. അവരുടെ തൊഴിൽ മേഖലയിൽ മാറ്റമുണ്ടാകാം എന്നൊക്കെ കാണുന്നു. പൊതുവേ അവരുടെ ജീവിതത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനൊക്കെ പരിഹാരങ്ങളും വരുന്നുണ്ട്. ഈ നക്ഷത്രക്കാർ പൊതുവെ അവരുടെ കർമ്മരംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലരായി ഈ ആഴ്ചയും പ്രവർത്തിക്കും. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. ചിലവർ വർദ്ധിച്ചിരിക്കാം. പിതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ ബന്ധുക്കൾക്കോ രക്തബന്ധത്തിൽപ്പെട്ടവർക്കോ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 29, പിന്നെ 1, 2, 3-ാം തീയതി രാവിലെ 11 മണി വരെയും ഗുണം. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അനുകൂലമാണ്. അതുപോലെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ അനുകൂലമാണ്. 11-ലെ സൂര്യനും വരുമാന സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമാണ്. 10-ാം ഭാവത്തിലെ ബുധനും ഗുണമാണ്. 2-ലെ രാഹുവും 8-മത്തിലെ കേതുവും ആണ് ഇവർക്ക് അല്പമെങ്കിലും ദോഷം ചെയ്യുക. അത് അങ്ങനെ അവഗണിച്ച് കളയാവുന്ന ദോഷങ്ങളും അല്ല. കേതു 8-ൽ നിൽക്കുമ്പോൾ ഏത് വിധത്തിലുള്ള തടസ്സവും വരാം. ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാതെ ചിലപ്പോൾ അലയാം. അതൊക്കെ സംഭവിക്കാം. ഗണപതിക്ക് പ്രത്യേകമായി പൂജ കൊടുക്കുകയാണ് ഏറ്റവും വലിയ പരിഹാരം. തടസ്സങ്ങളാണ് പ്രധാനം. ഒരു കാരണവുമില്ലാതെ ചില തടസ്സങ്ങൾ ഉണ്ടാകാം പല കാര്യങ്ങൾക്കും. എന്നാൽ 4-ലെ വ്യാഴം, 10-ലെ ബുധൻ, ജന്മത്തിലെ ശുക്രൻ, 11-ലെ സൂര്യനൊക്കെ ഇത് പരിഹരിക്കും. വരുമാനം എന്തായാലും ഉണ്ടാകും. കൃത്യമായ ജോലിയിൽ നിന്ന് കൃത്യമായ വരുമാനം ഉണ്ടാകും. കുടുംബത്തിൽ പൊതുവേ ഒരു അച്ചടക്കവും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകാനുമുള്ള സാമ്പത്തികമായ അവസ്ഥ എന്തായാലും ഉണ്ടാവും.
മാതാവിന് പൊതുവെ ഗുണകരമാണ്. എന്നാൽ മാതാവിന് ശാരീരികമായി ചെറിയ അവശത ഉണ്ടാകുമെങ്കിലും മാതാവിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണ് കാണുന്നത്. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്നും കാണുന്നുണ്ട്. വാഹനത്തിന് ചെറിയ അറ്റകുറ്റപ്പണികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. വളർത്തുമൃഗങ്ങൾക്കും ചെറിയ ദീനതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട് മാറാനുള്ള അവസ്ഥയും കാണുന്നുണ്ട്. ഇപ്പോഴത്തെ താമസ സ്ഥലം മാറാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ ആവശ്യങ്ങളൊക്കെ വന്നേക്കാം. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ ചിലപ്പോൾ ചതിച്ചേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഏറ്റവും അടുത്ത സുഹൃത്തുമായി തെറ്റാനും സാധ്യതയുണ്ട്. നമ്മുടെ ഈ നക്ഷത്രക്കാരുടെ വാക്കുകൾ അബദ്ധമായി ചെന്ന് കൊള്ളുകയാണെങ്കിൽ മുഖം ശ്രദ്ധിക്കണം, വാക്ക് ശ്രദ്ധിക്കണം. രോഗമോ സ്കിന്നിന് ത്വക്കിന് ഏതെങ്കിലും തരത്തിലുള്ള അലർജി അസുഖങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കെമിക്കൽസുമായി ബന്ധപ്പെട്ടുള്ള ലേപനങ്ങളൊക്കെ മുഖത്ത് ഉപയോഗിക്കുമ്പോൾ അങ്ങേയറ്റം കരുതലുണ്ടാവണം. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, പല്ല് ഈ ഭാഗങ്ങളൊക്കെ തന്നെയും ശ്രദ്ധിക്കാൻ പറയുന്നു. നിറവ്യത്യാസങ്ങൾ ഉണ്ടാകാം ഇവിടെ. അതുപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും തരത്തിലുള്ള വിഷാദരോഗമോ തടസ്സമോ ഒക്കെ ഉണ്ടാകാം. പൊതുവേ ശുഭഫലങ്ങൾ ഏറിയാണ് ഇരിക്കുന്നതെങ്കിലും അഷ്ടമത്തിൽ ഒരു ദുഷ്ടൻ നിന്നാൽ കഷ്ടമേ ജീവിതം എന്ന പ്രമാണം വെച്ചിട്ട് കേതുവിൻ്റെ നിലയാണ് പരിഹരിക്കേണ്ടത്. ഗണപതിക്ക് പ്രത്യേകമായി പൂജ ചെയ്യുക. ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 31, 3-ാം തീയതി രാവിലെ 11 മണിക്ക് ശേഷം 4 ഗുണകരമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ൽ വ്യാഴം, 12-ൽ ശുക്രൻ, ജന്മത്തിൽ രാഹു, 7-ൽ കേതു, 5-ൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ സൂര്യൻ, 9-ൽ ബുധൻ. അനുഗ്രഹമായി നിൽക്കുന്നത് 9-ലെ ബുധനും 10-ലെ സൂര്യനും ആണ്. ബാക്കി ഗ്രഹങ്ങൾ, ശുക്രൻ 12-ൽ വലിയ ദോഷമൊന്നും ചെയ്യില്ല. ബാക്കി ഗ്രഹങ്ങളൊക്കെ മോശാവസ്ഥയിലാണ്. 3-ലെ വ്യാഴം സാമ്പത്തികമായി പരുങ്ങലുണ്ടാക്കും. 12-ലെ ശനി എന്ന് പറയുന്നത് ഏഴരശനിയുടെ തുടക്കമാണ്. ഇപ്പോൾ പക്ഷേ ഏറ്റവും അടുത്തെത്തി ജന്മശനിയിലേക്ക് വരുന്നു. രാഹു ജന്മത്തിൽ നിൽക്കുന്നത് ദോഷമാണ്. കേതു 7-ൽ നിൽക്കുന്നതും അത്ര നല്ലതല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചിന്തിക്കുമ്പോൾ, അതുപോലെ 5-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും, ഭാഗ്യത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം, സന്താനങ്ങൾക്ക് ദോഷമുണ്ടാകാം, പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് ബുദ്ധിയില്ലാതെയൊക്കെ ചെയ്യാം, പക്വതയില്ലാതെ ചെയ്യാം, അതിൻ്റേതായ പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ സാമ്പത്തികം പരുങ്ങലായി കാണുന്നുണ്ട്. എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ 10-ൽ സഞ്ചരിക്കുന്ന സൂര്യൻ, അതും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലായതിനാൽ തങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഇവർക്ക് ഏറ്റവും നന്നായി ജോലി ചെയ്യാൻ സാധിക്കും. വളരെ ന്യായാന്യായങ്ങൾ പരിശോധിച്ച് നീതി നിർവഹണം പുലർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കറയറ്റ ഒരു ഔദ്യോഗിക ജീവിതം ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിവ് നന്നായി ഉപയോഗിക്കാൻ ഇവർക്ക് സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വിദേശത്തുള്ള യാത്രയോ പഠന സംബന്ധമായ കാര്യങ്ങളിലോ നല്ല ഗുണമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും യാത്രാ ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകും. നല്ല പ്രശംസയുമൊക്കെ ഉണ്ടാകും. എന്നാൽ 5-ൽ നിൽക്കുന്ന ചൊവ്വ സന്താനങ്ങൾക്കല്പം ദോഷം കാണുന്നു. ചില ഭാഗ്യങ്ങൾക്ക് തടസ്സവും ഉണ്ടാക്കും. മാത്രമല്ല ശുക്രൻ 12-ൽ നിൽക്കുന്നത് പല കാര്യങ്ങളിലും ഇവർ വിജയശ്രീ ലാളിതരാകുമെങ്കിലും ഒടുവിൽ പരിഹാസവും വിമർശനങ്ങളും ഏൽക്കേണ്ടി വരുമെന്നും കാണുന്നു. 7-ാം ഭാവത്തിലും ജന്മത്തിലുമായി സ്വാധീനിക്കപ്പെടുന്ന രാഹുകേതുക്കൾ അണുബാധയുണ്ടാക്കാനും ശരീരത്തിൽ രോഗാവസ്ഥകൾ സൃഷ്ടിക്കാനും കുടുംബ ബന്ധങ്ങളിൽ സംശയത്തിൻ്റെ വിത്തുകൾ മുളപ്പിക്കാനുമൊക്കെ സഹായിക്കും. അതുകൊണ്ട് രാഹുകേതുക്കളുടെ സ്വാധീനം പ്രാർത്ഥന കൊണ്ടും ജീവിതത്തിലെ നിഷ്ഠകളും ജീവിതത്തിലെ കരുതൽ കൊണ്ടുമൊക്കെ ഇല്ലാതെയാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 30, 31, 1, 2, 3-ാം തീയതി രാവിലെ 11 മണി വരെ. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക വ്യാഴദോഷ പരിഹാരത്തിന്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ഞപ്പട്ട് സമർപ്പിക്കലും പാൽപ്പായസ നൈവേദ്യവും നെയ്വിളക്ക് കത്തിക്കലും തുടരുക വ്യാഴദോഷ പരിഹാരത്തിന്. ശനിദോഷ പരിഹാരത്തിനായി ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലോ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ പ്രത്യേകമായി പൂജ ചെയ്യുക. നീരാഞ്ജനം സമർപ്പിക്കുക. കടുംപായസം കഴിപ്പിക്കാം. കാക്കയ്ക്കിടത്തേക്കയും എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. നാഗായ നമ എന്ന് ജപിക്കുക നാഗദോഷ പരിഹാരത്തിന്. നാഗങ്ങൾക്ക്, നാഗദൈവങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുക. അത് ആയില്യത്തിനോ അല്ലെങ്കിൽ പക്കനാളിനോ.
ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ കേതുദോഷ പരിഹാരത്തിനായിട്ട് ഗണപതി അമ്പലത്തിൽ ദർശനം നടത്തി ജപിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ജപം നടത്തുക. കറുകമാല അർപ്പിക്കുക, ഗണപതിക്ക് ഉണ്ണിയപ്പം നിവേദ്യം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.